നമസ്കാരം. വടകരയുടെ MP ആണ് ഷാഫി പറമ്പിൽ. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ MLA സ്ഥാനം ഉപേക്ഷിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിക്കുകയായിരുന്നു. വടകരയിൽ വിജയിച്ചതോടുകൂടിയാണ്, അല്ലെങ്കിൽ വടകരയിൽ ഷാഫി വിജയിച്ചതോടുകൂടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ ഉറ്റ പങ്കാളിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്ഥാനാർത്ഥിത്വം വാങ്ങി നൽകാൻ ഷാഫി പറമ്പിലിന് സാധിച്ചു. പാലക്കാട് പ്രാദേശികമായ നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകാര്യമായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയോട് എതിർപ്പൊന്നും ഇല്ലാത്തത് കാരണമാണ് ഏറ്റവും ഒടുവിൽ മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത്. പാലക്കാട്ടെ സാധാരണക്കാരായ കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വേണം, അല്ലെങ്കിൽ കെ മുരളീധരൻ വേണം എന്നൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അത് അവർ കത്ത് മുഖാന്തിരം KPCCക്കും അതുപോലെ തന്നെ AICCക്കും ഒക്കെ എഴുതിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ആ കത്തിനെയൊക്കെ വെട്ടിക്കൊണ്ട് എല്ലാവിധ നേതാക്കന്മാരുടെ സമ്മർദ്ദങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് തൻ്റെ സുഹൃത്തിന് വേണ്ടി സീറ്റ് ഉറപ്പാക്കാൻ ഷാഫി പറമ്പിലിന് സാധിച്ചു. പക്ഷേ MLA സ്ഥാനം, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി മാസങ്ങൾക്കകം തന്നെ ഒരു വലിയ പ്രതിസന്ധിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന കോലാഹലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഷാഫി പറമ്പിലിനെ വടകര മണ്ഡലത്തിൽ DYFI പ്രവർത്തകർ തടയുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടതാണ്. ഷാഫി പറമ്പിൽ ഒരു പരിപാടിക്കായി, തൻ്റെ മണ്ഡലത്തിലെ ഒരു പരിപാടിക്കായി യാത്ര ചെയ്യുമ്പോൾ DYFI പ്രവർത്തകർ വാഹനം തടയുകയായിരുന്നു. ഷാഫി പറമ്പിൽ ഈ പ്രതിഷേധം കൊണ്ടൊന്നും, ഈ പ്രതിഷേധം കണ്ട് വളരെയധികം പ്രകോപിതനാകുന്ന ഷാഫി പറമ്പിലിനെയാണ് നമ്മൾ കണ്ടത്. ഇദ്ദേഹം പിന്നീട് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു, DYFIക്കാരെ നടുറോഡിൽ നിന്ന് വെല്ലുവിളിക്കുന്നു, DYFIക്കാർ തിരിച്ചു മുദ്രാവാക്യം വിളിക്കുന്നു, പോലീസ് ഷാഫി പറമ്പിലിനെ വളഞ്ഞ് സംരക്ഷണം ഒരുക്കുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ ഒരു സംഘർഷം ഒഴിവാക്കാൻ അവിടെ നിന്ന് മാറണം എന്ന് പോലീസുകാർ നിരന്തരം നിർബന്ധിക്കുന്നത് കാണാം. പക്ഷെ അതിനൊന്നും ഷാഫി പറമ്പിൽ വഴങ്ങുന്നില്ല. ഒരു വലിയ ഷോ തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ സംഘടിപ്പിച്ചു. പോലീസിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ DYFIക്കാർ തൻ്റെ ശരീരത്തിൽ തൊടില്ല എന്നൊരു അഹങ്കാരത്തിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഷാഫി പറമ്പിൽ DYFI പ്രതിഷേധക്കാരെ നേരിട്ടത്. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും വാഹനം തടയുക എന്നുള്ളത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് പണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം കേസിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തായ ഷാഫി പറമ്പിലിനെ ആ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ തടയുന്നു, അല്ലെങ്കിൽ DYFIക്കാർ തടയുന്നു എന്ന സ്ഥിതി വന്നിരിക്കുന്നു. പക്ഷേ അതിൽ അദ്ദേഹം വളരെയധികം അസ്വസ്ഥനാണ്. അദ്ദേഹം പുറത്തിറങ്ങി DYFIക്കാരെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ബാധിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രമല്ല, ഷാഫി പറമ്പിലിനെയും കൂടിയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അത് സംഘടനാപരമായ തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് എങ്കിൽ പോലും അത് നേടിക്കൊടുത്തതിന് പിന്നിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു വലിയ സമ്മർദ്ദമുണ്ട്. മാത്രമല്ല അതിനുശേഷം താനിരുന്ന കസേരയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇരുത്തിയതിനു ശേഷം തൻ്റെ മണ്ഡലം, താൻ നോക്കിയിരുന്ന മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേണം എന്നൊരു നിർബന്ധം അവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും ഷാഫി പറമ്പിൽ ഒരു വൺ മാൻ ഷോയാണ് കാട്ടിയത് എന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പോലും പരാതി പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വൺ മാൻ ഷോ കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് പിടിക്കുന്നത് നാട്ടുകാരെല്ലാം കണ്ടതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സ്ഥാനത്താണ്, ഒരു വില്ലൻ സ്ഥാനത്താണ്. സ്ത്രീപീഡന പരാതികൾ നിരവധി അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നു കഴിഞ്ഞു. രാജിവെക്കേണ്ട സാഹചര്യമുണ്ട്. നാണവും മാനവും ഉണ്ടെങ്കിൽ അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് വീട്ടിൽ പോയിരിക്കേണ്ടതാണ്. അല്ലെങ്കിലും ഇപ്പോൾ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല, തൻ്റെ മണ്ഡലത്തിലെ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല. സത്യത്തിൽ പാലക്കാട് മണ്ഡലം ഇപ്പോൾ ആളൊഴിഞ്ഞ പറമ്പ് പോലെ കിടക്കുകയാണ്. അവിടെ നാഥനില്ല കളരി പോലെ കിടക്കുകയാണ്. എന്നിട്ടും അവിടെ നിന്നും, ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നില്ല. VD സതീശൻ പോലും പറഞ്ഞിട്ടും, ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പോലും ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഒന്നും അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ രാജി വയ്ക്കുക എന്ന ആവശ്യം അദ്ദേഹം കേൾക്കുന്നില്ല. രാജി വയ്ക്കുന്നില്ല എന്ന ഒറ്റ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയുമാണ്. തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, കോൺഗ്രസിൻ്റെ മറ്റ് ചില നേതാക്കന്മാരുടെ പല രഹസ്യ വിവരങ്ങളും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കയ്യിലുണ്ടാകാം. രണ്ടാമത്തെ കാര്യം, ഷാഫി പറമ്പിൽ തീർക്കുന്ന പ്രതിരോധം. എന്തു വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചാൽ ഷാഫി പറമ്പിലിൻ്റെ കൂടെ നിൽക്കുന്ന നിരവധി കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരും സ്ഥാനമാനത്തിലിരിക്കുന്ന നേതാക്കന്മാരുമെല്ലാം രാജി നൽകും എന്നൊക്കെ ഭീഷണി മുഴക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലേക്കും ഇത്തരത്തിലുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ബാധിക്കുമെന്ന്
എന്നുള്ളത് കൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന് വേണ്ടി കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തു എന്നൊരു വിശദീകരണവും വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരു വലിയ പ്രതിരോധം തീർക്കുന്ന നേതാവ് എന്ന നിലയിലാണ് ഷാഫി പറമ്പിലിനെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളും ഈ പറയുന്ന DYFI പോലെയുള്ള സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും വഴിയിൽ തടയുന്നതും. പക്ഷേ അദ്ദേഹം വളരെയധികം അസഹിഷ്ണുതയോടുകൂടി ഇന്ന് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.